സാധാരണ ശതമാനം വെച്ച് ഞങ്ങൾ വാർത്താപ്രവർത്തകർ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കണക്ക് വിശാരദർ മാത്രമല്ല, പൊതുജനങ്ങളും പറയാറുണ്ട് ആർക്ക് അനുകൂലമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ പോളിംഗ് നിരക്ക് വെച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരംഗത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, അതോ ജനങ്ങൾക്ക് അവരുടെ താല്പര്യം ഏത് തോതിലാണ് എന്ന് പറയാവുന്ന നിലയുണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. രാജേന്ദ്ര, അത് ഒരു പഴയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വിജയം, പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ UDF വിജയം. ആ കാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇന്നിപ്പോ ആ സ്ഥിതിയൊക്കെ പോയി. മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും വാഹനത്തിൽ പോലും വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം എല്ലാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം ഒരു വിശകലനത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു കേരള പല തെരഞ്ഞെടുപ്പിലും തിരിച്ചുണ്ടായിട്ടുണ്ട്. പോളിംഗ് കുറയുമ്പോൾ UDF ജയിച്ച ഉദാഹരണങ്ങൾ. ജനറേഷൻ മാറ്റം വലിയൊരു ഘടകം കൂടിയാണ്. മറ്റേ പ്രായമുള്ളവർ മാറിയിട്ട് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ അവരുടെ കാഴ്ചപ്പാട് എന്താണ്, നിലപാട് എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റുന്നൊരു സംഭവം കൂടി അല്ല. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നുണ്ടാവും.